എനിക്കും നിങ്ങൾക്കും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളൊരു കാര്യമാണ് മറവി. ചിലതൊക്കെ നമ്മളങ്ങ് മറന്നു പോകും അല്ലേ? വിഖ്യാതനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കഥയുണ്ട്. പലപ്പോഴും ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം അങ്ങ് മറന്നു പോകുമായിരുന്നു. ഒരിക്കല് അദ്ദേഹത്തെ ഒരു കൂട്ടുകാരി വീട്ടിലേക്ക് അത്താഴത്തിന് വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ അവർ ഒരുപാട് നേരം ഐൻസ്റ്റീനെയും കാത്ത് രാത്രി ഇരുന്നു. പക്ഷേ അദ്ദേഹം വന്നില്ല. പിന്നീട് ഒരുപാട് ആഴ്ചകൾക്കു ശേഷം ഐൻസ്റ്റീനെ വീണ്ടും ഈ സുഹൃത്ത് കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, അന്ന് എന്താണ് അങ്ങ് അത്താഴത്തിന് വരാതിരുന്നത് എന്ന്. അപ്പോൾ അത് കേട്ടപ്പം ഐൻസ്റ്റീൻ പെട്ടെന്നൊന്ന് ഞെട്ടി, അദ്ദേഹം ഒന്ന് അമ്പരന്നു. എന്നിട്ട് പറഞ്ഞു, അയ്യോ, ഞാൻ അക്കാര്യം പൂർണ്ണമായിട്ടും അങ്ങ് മറന്നുപോയിന്ന്. കാരണം ഞാൻ ആ സമയത്ത് ഒരു ഗവേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധമില്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ ഞാനങ്ങ് എളുപ്പത്തിൽ മറന്നുപോയെന്ന് ഐൻസ്റ്റീൻ ആ സുഹൃത്തിന് മറുപടി നൽകി. ഐൻസ്റ്റീൻ്റെ ഈ വാക്കുകൾ നമ്മളെയൊക്കെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മുടെ ശ്രദ്ധ ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ നമ്മുടെയൊക്കെ ഓർമ്മയിൽ നിന്നും മറഞ്ഞു പോകും അല്ലേ? അതൊക്കെ ഒരു സാധാരണ കാര്യവുമാണ്. പക്ഷേ നമ്മളൊരു കാര്യത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ വലിയ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്ന പല കാര്യങ്ങളുണ്ടാകാം. പക്ഷേ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയും ഉപേക്ഷിക്കുകയും വേണം. അമേരിക്കൻ എഴുത്തുകാരനായ ലീ ഇയക്കോക്കയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഇന്ന് വിജയിക്കണമെങ്കിൽ നമ്മൾ മുൻഗണനകൾ നിശ്ചയിക്കണം. നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്ന് നമ്മൾ തന്നെ ആദ്യം തീരുമാനിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാകും, ഉത്തരവാദിത്തങ്ങളും ഒരുപാടുണ്ടാകും. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ച് അതിനായി മുൻഗണനകൾ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പല പല ആകുലതകളിൽ വേവലാതിപ്പെടാതെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നോട്ട് പോകാം.